വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ദയവ് ചെയ്ത് ചാനൽ എല്ലാവരും കാണണം. കാരണം കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ അംബിഷൻസ് ഉണ്ട്. ഇതെല്ലാം നേടിയെടുക്കണം. ഈ ചാനലും രക്ഷപ്പെട്ടിട്ട് വേണം എനിക്കും ഒന്ന് രക്ഷപ്പെടാൻ, എൻ്റെ മോഹങ്ങളൊക്കെ പൂവണിയാൻ. അപ്പം ഗൈസ് കയറി നിങ്ങൾ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ എന്താ നല്ല ചൂട് ചായയൊക്കെ ഇട്ട് നമ്മുടെ പാർട്ട്ണർ ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ അങ്ങനെ നല്ല ചൂട് കട്ടനൊക്കെ അടിച്ച് ഈ ഒരു വൈബിൽ ഇരിക്കുക. എടേ, ഈ രാവിലത്തെ സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിറ്റാമിൻ ഡി, ഓ, എല്ലുകൾക്ക് ശക്തി കിട്ടും, കാൽസ്യം, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സൂര്യനാ ഇപ്പം വെളിച്ചം മാത്രമല്ല. അപ്പോൾ ഗൈസ് രാവിലെ ചാരികസാരയൊക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ നല്ല സുഖമാണ്. അപ്പം ഇന്ന് നമുക്ക് കൊട്ടാരക്കര പോകണം. കൊട്ടാരക്കര കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഇന്ന് വീഡിയോയ്ക്കകത്തോടെ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്താ പറയുന്നത്, നമുക്ക് അതിലേക്ക് അങ്ങ് പോവാം. അപ്പം ഈ ചായ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലേക്ക് പോവാം. അപ്പോൾ കഴിച്ച് നല്ല ചൂട് കട്ടനൊക്കെ അടിച്ച് രാവിലെ താണ്ടെ നല്ല പീസ്ഫുള്ളായിട്ടിരിക്കുകയാണ്. സമാധാനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ സമാധാനപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇന്നത്തെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ വ്ലോഗാണ് ഗൈസ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്കൊക്കെ ഒന്ന് ചെന്നു. വേണ്ട അപ്പുറത്ത് ട്രാക്ടർ വെച്ച് പൂട്ടുകയാണ് ആ ഒരു ഭാഗം. അങ്ങനെ നമ്മുടെ ചായയൊക്കെ കാലിയാക്കി. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. വല്ലതും തട്ടണ്ടേ, തട്ടി സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓടിത്തുള്ളി താണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ ബുദ്ധൻജി സമാധാനമായിട്ട് ഹായ് ബുദ്ധൻ. അങ്ങനെ താണ്ട നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോവാണ്. ഇനി വല്ലതും താങ്ങാം. എക്സ്ക്യൂസ് മീ, രാവിലെ എന്താണ് കഴിക്കാൻ? അതെന്ത് അട്ടിപ്പൊളി. അപ്പോൾ ഗൈസ് കുളിച്ചാലേ ഭക്ഷണം തരൂ എന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. പണ്ട് കല്യാണത്തിന് മുന്നേ വന്നിരിക്കുമ്പോൾ അമ്മ വിളമ്പി തരുമായിരുന്നു. കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അപ്പം നമുക്ക് കുളിച്ചേക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ പഴങ്കഞ്ഞി അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചെന്നാണ്. അപ്പം പഴങ്കഞ്ഞി അടി നടന്നില്ല. കുളിക്കാതെ ആഹാരം തരില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കിനി കുളിയും തന്നെ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ കഴിച്ച് നമ്മൾക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇനിയും നമ്മളെ ഫുഡ് കഴിക്കാൻ ആർക്കും തരാൻ കഴിയില്ല. കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് അടിയിലേക്ക് കിടക്കാം. ബാ, എവിടെ എന്താ കിട്ടിയോ? ഇനി പഴങ്കഞ്ഞി ക്യാൻസൽ. പഴങ്കഞ്ഞി എന്തേടെ? അപ്പം അവിടെ നിന്ന് പഴങ്കഞ്ഞിയും കിട്ടിയില്ല. ശശമ്മേ, സരസമ്മ ഉച്ച കള്ളി ഇത്തിരി പെണ്ണേ. കഞ്ഞി കുടിച്ചിട്ടാവാം. അടുത്ത വീഡിയോ നമ്മൾ താണ്ടെ രാവിലെ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് കൊട്ടാരക്കരയിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇറക്കി. അപ്പോൾ നമ്മൾ 60-66 യാത്ര ചെയ്യുന്നത്. ഈ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ. നമ്മുടെ പാർട്ട്ണർ ഗേറ്റ് അടയ്ക്കണം കേസ്, അല്ലെങ്കിൽ പട്ടികൾ കയറും. പട്ടിയുടെ ശല്യം അതിരൂക്ഷമാണ്. അതുകൊണ്ട് ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ അകത്ത് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറി അലമ്പാക്കും. അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. നമ്മൾ നേരെ കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. കൊട്ടാരക്കര 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലെത്തി. ഇനി നമുക്ക് ഇന്ധനം നിറച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര തുടരാം. ഗൈസ് നമ്മളങ്ങനെ നേരെ കൊട്ടാരക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാവിലെ പഴങ്കഞ്ഞി എന്തുകൊണ്ടാണ് അയാൾ തരാത്തതെന്ന് പറഞ്ഞേ? പനിയായതുകൊണ്ട് പഴങ്കഞ്ഞി വന്നില്ല. സത്യം പറഞ്ഞെങ്കിൽ നല്ല വിഷമമായി കേട്ടോ. പഴങ്കഞ്ഞി കുടിക്കാൻ ഇച്ചിരി കാന്താരിയൊക്കെ ഉടച്ച് ഇച്ചിരി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഗൈസ് രാജസ്ഥാൻ വണ്ടിയാട്ടോ. നാഷണൽ പെർമിറ്റ് പോയൊരു അനുഭവം പറയാമോ? നാഷണൽ പെർമിറ്റ് പോയ അനുഭവം എന്താണ് പറയേണ്ടത്? ഇത് ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉള്ളൊരു ജോലിയാണ്. പുറമേ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് റിസ്ക് എലമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഓരോ ലോഡും നമ്മുടെ കേരളത്തിലേക്ക് എത്തുമല്ലോ. കേരളത്തിലേക്ക് നല്ല ഏത് സംസ്ഥാനത്തിലേക്കും എത്തുമല്ലോ. ഇത്രയും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവർ തരുന്നത് അറിയാമോ? കാരണം റോഡിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, വേറെ വണ്ടിക്കാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇൻ്റർസ്റ്റേറ്റ് വണ്ടികളൊക്കെ പണ്ട് നമ്മുടെ വണ്ടി ഒരു വട്ടം പോയപ്പം ഇതുപോലെ പ്രശ്നം ഉണ്ടായത് ഓർമ്മയുണ്ടോ? വണ്ടിയുടെ ഗ്ലാസ് വന്ന് മനഃപൂർവ്വം അവർ ഇടിച്ചു കളഞ്ഞതാണ്.
അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാഷണൽ പെർമിറ്റ് രീതിയിലുണ്ട്. വാഹന മേഖലയിൽ ഓൾറെഡി പ്രശ്നങ്ങളാണ്, ഓരോരോ കാര്യങ്ങളായിട്ട് റിസ്ക് എലമെന്റ് ആണ്. അപ്പോഴാണ് ഇവർ ഈ പോയി യാത്ര ചെയ്ത് ആഹാരം, ചില സമയത്ത് ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ചിലയിടത്ത് വണ്ടി ഒതുക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പോരായ്മ. വണ്ടി നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നിടത്തും കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല. പാർക്കിംഗ് ഏരിയ ഇപ്പം നമ്മളൊരിടത്ത് ഫുഡ് കഴിക്കാൻ ചെന്നു, അവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, പക്ഷേ ഈ വണ്ടി നിർത്തിയിടാൻ സൗകര്യമില്ല അവിടെ. നമ്മൾ പിന്നെയും കിലോമീറ്ററുകളോളം ഓടിയിട്ട് വേണം ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി. അല്ല, നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു നാഷണൽ പെർമിറ്റ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ കൊട്ടാരക്കര എത്തിയിരിക്കുന്നു ഗൈസ്. കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണർ 1-2 പുള്ളിക്കാരുടെ ജോലി ആവശ്യങ്ങളായിട്ട് പോയി. അപ്പം നമ്മൾ ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് അങ്ങനെ നിന്നപ്പോഴാണ് ഈ കൊച്ചാട്ടൻ്റെ അവിടെ നിന്ന് ഒരു നാരങ്ങ അടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ കയറിയതാണ്ട് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം അടിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൊച്ചാട്ടൻ നല്ല നാരങ്ങയൊക്കെ പൊട്ടിച്ച് പഴയ നാരങ്ങ ജാമ് വെച്ചൊരടി. ഇത് ഓൾഡ് 90s അല്ല 70s നാരങ്ങ വെള്ളം ഡേ എന്നുള്ള ഫാഷൻ ചെയ്താണ്ട് നാരങ്ങ വെള്ളം തന്നു. അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് നമുക്ക് ഈ വെയിലിനെ ആ ഒരു ശമിപ്പിക്കാം. അങ്ങനെ കൊച്ചാട്ടൻ്റെ നല്ലൊരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നേരെ തിരിച്ച് വണ്ടിയിലാക്കി. എന്തോ വെയില, ഒരു രക്ഷയില്ല എൻ്റെ അമ്മോ, അയ്യോ. അങ്ങനെ അവിടെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് അൽറസായി റെസ്റ്റോറൻറ്റ് അടൂർ. നല്ല മന്തി കഴിക്കാനുള്ളൊരു മൂഡുണ്ട്, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വിട്ടു വിത്ത് പാർട്ട്ണർ. അങ്ങനെ നമ്മുടെ കൂടെ വേറെ 2 അതിഥികളുമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നേരെ ഉള്ളിലോട്ട് ചെന്നപ്പം ദൈവമേ ഒടുക്കത്തെ തിരക്ക്, മന്തി കഴിക്കാൻ വേണ്ടി ക്യൂ ആണ്. അങ്ങനെ നമ്മൾ 4 പേരുണ്ടെന്ന് പറഞ്ഞു, 2 പേര് എക്സ്ട്രാ എത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അങ്ങനെ ഞങ്ങൾ നേരെ ഇരുന്നു, പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഈ 2 നമ്മുടെ ഗസ്റ്റുകളാണ്. ഒന്ന് നമ്മുടെ പാർവതിയുടെ കസിൻ ബ്രദറും, മറ്റേത് പുള്ളിക്കാരൻ്റെ വൈഫും. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ മന്തി കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വക്കീൽ ഓർഡർ ചെയ്തത് കാന്താരി മന്തിയാണ്. വലിയ പ്രതീക്ഷയിലൊക്കെ ഓർഡർ ചെയ്തതാണ്. മന്തിയൊക്കെ സൂപ്പറാണ്, പക്ഷേ ഇതിനകത്ത് രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് കഴിച്ച് കഴിയുമ്പോൾ ഈ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പം നേരെ പ്ലേറ്റിലേക്ക് വിളമ്പി, ഇനി അത് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ മന്തി കഴിച്ചു, ഒരു രക്ഷയില്ല, അടിപൊളി മന്തി. ഈ ഒരു മന്തി കഴിച്ചപ്പം കാന്താരി മന്തി കഴിച്ചിട്ടിൻ്റെ പണി മേടിച്ചു ഗൈസ്. എന്ത് പറ്റി രമണ, എങ്ങനെയുണ്ട് കാന്താരി മന്തി? ഫുഡ് വേസ്റ്റ് ചെയ്യരുത് ഗൈസ്. എരിവുണ്ടോ ഗൈസ്? എരിവുണ്ടോ മോളെ? കാന്താരി മന്തി എരിവിരി കൊള്ളുകയാണ് ഗൈസ്. വക്കീൽ പെട്ടുപോയി. അങ്ങനെ കഴിച്ച് ഞങ്ങളവിടെ മന്തിയൊക്കെ കഴിച്ച് ഒടുക്കത്തെരിവെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെരിവ്. നമ്മുടെ പാർട്ട്ണറും നമ്മുടെ കസിൻ അളിയനും എല്ലാം എരിവ് കൊണ്ടൊരു രക്ഷയില്ല. നമ്മുടെ മന്തി ഓർഡർ ചെയ്ത പാർട്ട്ണറുടെ കഴുത്തിന് പിടിച്ചു അളിയൻ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് സൂപ്പർ മന്തിയായിരുന്നു. ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ 60-66 അങ്ങനെ ഞാൻ ഈ 60-66 അടുത്ത് ഇവരെ നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിടണം. എന്നിട്ട് നേരെ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ബൈ അൽറസായി റെസ്റ്റോറൻറ്റ്. വീണ്ടും കാണുന്നവരെ ബൈ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ കഥയൊക്കെ പറഞ്ഞ് പുറത്തോട്ട്. നമ്മുടെ പാർട്ട്ണർ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ് പനിയാണ്, ഇനി ഐസ്ക്രീം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളവിടെ നേരെ വിട്ടു ഗൈസ്. നമ്മൾ ഹിറ്റാച്ചി എടുത്തു ഗൈസ്, കാശൊന്നും നോക്കിയില്ല. നീ കണ്ടതെല്ലാം തള്ളാൻ ഈ ഹിറ്റാച്ചി. ഈ വണ്ടി വില്ലേജ് പിടിച്ചുകൊണ്ട് പോകാൻ പറ. വജി ചെന്നപ്പോൾ നൊസ്റ്റ് അടിച്ചു ഗൈസ്. അങ്ങനെ ഈ നൊസ്റ്റ് അടിച്ചുകൊണ്ട് പിന്നെ നോക്കിയില്ല. നമ്മൾ ഇറങ്ങി ചെന്ന് വണ്ടിയുടെ എല്ലാം വിലയൊക്കെ അന്വേഷിച്ചു. ഉടമ്പടിയായിട്ട് മൊത്തത്തിൽ എത്ര രൂപയ്ക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് ബായി ഒന്ന് കളിയാക്കി. അങ്ങനെ ഒരു ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ട് നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡെയിലി വ്ലോഗ് ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളെല്ലാം എനിക്ക് നേടാൻ കഴിയും. കാരണം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നേടാൻ. അപ്പോൾ ഗൈസ് അടുത്തൊരു സൂപ്പർ ഹിറ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.